ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഒക്ടോബർ ആദ്യ വാരമെന്ന് സൂചന. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കരട് നിർദ്ദേശം തയ്യാറായി കഴിഞ്ഞു. നിയമസഭയുടെ കാലാവധി നവംബർ 22-ാം തീയതിയാണ് അവസാനിക്കുക. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്നും മോർണിംഗ് ഷോയിൽ വീണ്ടും ചേരുകയാണ്. ബൽറാം, വിശദാംശങ്ങൾ. SKN രാജ്യം കാത്തിരിക്കുന്ന ആവേശോജ്വലമായ ഒരു പോരാട്ടമാണ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടക്കാനിരിക്കുന്നത്. ആ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഒക്ടോബർ ആദ്യവാരം ഉണ്ടാകും എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയക്രമവുമായി ബന്ധപ്പെട്ടുള്ള കരട് നിർദ്ദേശം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൽ പറയുന്നത് ഒക്ടോബർ ആദ്യവാരത്തോടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ്. ഒപ്പം തന്നെ ഛാട്ട് പൂജ ആഘോഷങ്ങൾക്ക് ശേഷം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ ആലോചിക്കുന്നത്. ബീഹാറിൽ പ്രത്യേകിച്ചും ഏറെ വലിയൊരു ആഘോഷമാണ് ഛാട്ട് പൂജയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ. അത് ഒക്ടോബർ 28 സമാപിക്കും. അതിനുശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പുകൾ ആരംഭിക്കാനാണ് തീരുമാനം. 3 ഘട്ടമായാകും ഇത്തവണയും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടത്തുക. അങ്ങനെയെങ്കിൽ നവംബർ ആദ്യവാരം തന്നെ ആദ്യഘട്ടവും തുടർന്ന് മറ്റ് 2 ഘട്ടങ്ങളും പൂർത്തിയാക്കി മുന്നോട്ട് പോകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. നവംബർ അവസാന വാരത്തിന് മുമ്പായി തന്നെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കും. കഴിഞ്ഞ തവണ നവംബർ 10-നായിരുന്നു ബീഹാറിലെ വോട്ടെണ്ണൽ നിശ്ചയിച്ചിരുന്നത്. 3 ഘട്ടങ്ങളായി തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തവണയും സമാനമായി തന്നെ 3 ഘട്ടങ്ങളായി നടത്തും. നവംബർ 22-ന് ബീഹാറിലെ നിലവിലുള്ള നിയമസഭയുടെ കാലാവധി പൂർത്തിയാകും. അതിനു മുമ്പായി തന്നെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി ഫലം പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.